നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സർക്കാരിൽ നിന്നും എന്ത് സേവനങ്ങൾ ലഭിക്കണമെങ്കിലും എന്ത് അപേക്ഷ നൽകണമെങ്കിലും നിർബന്ധമായി ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ആധാർ കാർഡ്. ഒട്ടുമിക്ക മറ്റു കാര്യങ്ങൾ നമ്മൾ ലിങ്ക് ചെയ്ത കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ ആധാർ കാർഡ്. ബാങ്ക് അക്കൗണ്ട്, പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൊടുത്ത രേഖയാണ് ആധാർ കാർഡ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ആധാർ കാർഡ് ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുക? അതുപോലെ തന്നെ ആധാർ കാർഡ് എങ്ങനെയാണ് നമുക്ക് തെറ്റുകൾ തിരുത്താം? ആധാർ കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അതൊരു ആധികാരിക രേഖയല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും പല രൂപത്തിലുള്ള രേഖകൾ വെച്ചാണ് ആധാർ കാർഡ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവയൊന്നും നമ്മൾ കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എന്ത് കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. നമ്മുടെ പേര്, ആധാർ കാർഡിൽ ഉൾപ്പെട്ട നമ്മുടെ പേര്, നമ്മുടെ SLC ബുക്ക് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പല സമയത്തും നമുക്കത് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ജനനത്തീയതി ഉള്ളത് ആ തീയതിയിലേക്ക് മാറാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മളിപ്പോൾ കൈവശം വെക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ ആധാറിലും ലിങ്ക് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ടിൽ പണം എടുക്കാൻ വരെ നമുക്ക് മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരുന്ന ആ OTP അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പണം വരെ അത് അവർക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മളിപ്പോൾ 6 മാസത്തിലധികമായി താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആധാർ തിരുത്താൻ സൗകര്യമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടാകും. ഓരോന്നിനും ഓരോ രേഖയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 30-40 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഇത് ശ്രദ്ധിക്കാതിരിക്കുന്നത്. ആധാർ കാർഡ് എടുത്ത സമയത്തോ അതല്ലെങ്കിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ നമ്മൾ പല നമ്പറും കൊടുത്തിട്ടുണ്ടാകും. അപ്പോഴത്തെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്പർ നമ്മുടെ കൈവശമുണ്ടായിരിക്കും. ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്ന സമയത്ത് അന്വേഷണം നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആധാറിൽ ലിങ്ക് ചെയ്ത ഫോൺ മറ്റൊരാളുടെ കൈവശമായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ ഫോണിലേക്ക് OTP മറ്റു കാര്യങ്ങളൊന്നും ആ OTP അവർ നൽകി നമ്മുടെ അക്കൗണ്ടിൽ പണം എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ജനനത്തീയതി എന്നാണോ ഉള്ളത് ആ ജനനത്തീയതിയും നമ്മുടെ ആധാർ കാർഡിൽ ജനനത്തീയതി ഒന്നാകാൻ തന്നെ ശ്രദ്ധിക്കുക. പല കാര്യങ്ങൾക്കും നമ്മുടെ ജനനത്തീയതി ആധാർ കാർഡിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാട്സപ്പിലുമായി ബന്ധപ്പെടണമെങ്കിൽ, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. 29 രൂപയാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വാട്സപ്പുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇനി പുതിയ സർക്കാർ വരികയാണ്. പുതിയ സർക്കാർ വരുന്ന സമയത്ത് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിൽ തന്നെ 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്രാവശ്യം 1ാം ക്ലാസ്സിലേക്കും സ്കൂളിലേക്കും ചേർക്കുന്ന കുട്ടികൾക്കെല്ലാം ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ചെറുപ്പത്തിലെടുത്ത ആധാർ കാർഡായിരിക്കാം. 2-3 വയസ്സാകുന്ന സമയത്ത് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ഫോട്ടോ മാത്രമായിരിക്കും അതിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ കണ്ണിൻ്റെ രേഖയൊന്നും അതിൽ രേഖപ്പെടുത്താതെ കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിലവിലെ ആധാർ കാർഡ് ആക്റ്റീവ് അല്ല എന്നാണ് കാണിക്കുക. അത് ഡീആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
കുട്ടികളുടെ പിന്നീടുള്ള സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോയും കൈയിൻ്റെ രേഖയും മാത്രമായിരിക്കും ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുക. 15 വയസ്സിന് ശേഷമുള്ള അപ്ഡേഷനിലായിരിക്കും കുട്ടീൻ്റെ കണ്ണിൻ്റെ സ്കാനറെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ സൗകര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി അങ്ങോട്ട് കുട്ടികളുടെ അഡ്മിഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. ഈ തിരക്കിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.